ഹലോ, വെൽക്കം ടു കേസ് മെൻഡർ. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷന് ഇനി ഒരു മാസം സമയമേ ഉള്ളൂ. എല്ലാവരും ആ ഒരു എക്സാം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിച്ചു തുടങ്ങുമായിരിക്കും. നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ബാച്ചസ് നിലവിലുണ്ട്, ഇൻഡിവിജ്വൽ ആൾക്കാർ നിങ്ങൾക്ക് ബാച്ചസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ കെ എസ് മെൻഡറും കെ എസ് മെൻഡറേതായ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നൊരു സംശയമായിരിക്കും, ലക്ഷ്മി, എല്ലാവരും ബാച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേസ് മെൻഡറിനെ കുറിച്ച് പൊതുവേ ഉള്ളൊരു ധാരണ ഇതെന്തോ ടോപ്പേഴ്സിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഇത്രമാത്രം റിസൾട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമുക്കറിയാം ടോപ്പേഴ്സിൻ്റെതായ ഒരു സ്ട്രാറ്റജി ഉണ്ട് അല്ലേ. ടോപ്പേഴ്സ് എപ്പോഴും നമുക്കത് അറിഞ്ഞുകൊണ്ട് നമ്മളത് ഫോളോ ചെയ്യാത്തതാണ്, അല്ലെങ്കിൽ കുറേ ആസ്പിരൻസ് ഫോളോ ചെയ്യാത്തതാണ്. ടോപ്പേഴ്സ് വേണ്ട മെറ്റീരിയൽ മാത്രമേ പഠിക്കൂ, ടോപ്പേഴ്സ് ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ ഫോക്കസ് ചെയ്യൂ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടേ പഠിക്കത്തുള്ളൂ, അവരെ സമയം മൊത്തം അവർ വേണ്ട സമയത്ത് മാത്രം പഠിക്കുന്ന രീതിയിൽ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കെ എസ് മെൻഡർ എങ്ങനെയാണ് ഈ ഒരു ടോപ്പേഴ്സ് സ്ട്രാറ്റജി എല്ലാ ആസ്പിരൻസിനും അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡൻസിനും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പം അനൂപ് പറഞ്ഞതുപോലെ ടോപ്പേഴ്സ് അവർ പഠിക്കുന്നതിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അവരെപ്പോഴും ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് അപ്രോച്ച് എടുക്കുന്നവരാ. ആദ്യം എക്സാമിനെ മനസ്സിലാക്കും, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അവർ മനസ്സിലാക്കും. എന്നിട്ട് ആ പാറ്റേൺ അനലൈസ് ചെയ്ത് സിലബസിൽ കറക്റ്റായിട്ട് വേണ്ടത് പഠിച്ച് അങ്ങനെ കറക്റ്റായിട്ട് സമയം യൂട്ടിലൈസ് ചെയ്ത് പ്രോപ്പർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മാത്രമാണ് അവർ ടോപ്പേഴ്സ് ആവുന്നത്. ഈ ഒരു രീതിയിൽ പഠിച്ചാൽ എല്ലാ ആൾക്കാർക്കും ആക്ച്വലി ടോപ്പർ ആവാൻ പറ്റും. ആൻഡ് കെ എസ് മെൻഡറിൻ്റെ കോർ ഫിലോസഫി തന്നെ ഈ എക്സാം ഡീകോഡിങ്, എക്സാമിൻ്റെ ഫിലോസഫി മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് എന്നല്ല, ഇപ്പം ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഡിഗ്രി മെയിൻസ് ആയാലും പ്രിലിംസ് ആയാലും ഒക്കെ നമുക്ക് റിസൾട്ട് തന്നത് നമ്മുടെ ഈ ഒറ്റ ഫിലോസഫിയുടെ കാര്യം കൊണ്ട് തന്നെയാണ്. ശരി, അപ്പോൾ ടോപ്പേഴ്സ് ഇങ്ങനെയാണ് പഠിക്കുക, ടോപ്പേഴ്സിൻ്റെ സ്ട്രാറ്റജിയാണ് കെ എസ് മെൻഡർ ഈ വരുന്ന ബാച്ചിലും ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സ്റ്റുഡൻസിന് പൊതുവെ വരുന്നൊരു ഡൗട്ടായിരിക്കും, ഞങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ഒരു സെക്രട്ടറി അസിസ്റ്റൻറ്റ് ബാച്ചിൽ ഇവിടെ ജോയിൻ ചെയ്തു, എന്ത് മെറ്റീരിയലാണ് അല്ലെങ്കിൽ എന്ത് ക്വസ്റ്റ്യനാണ്, എന്തൊക്കെ ഡെലിവറബിൾസ് ആണ് നിങ്ങൾക്ക് കിട്ടുക? എനിക്ക് തോന്നുന്നു പലപ്പോഴും കെ എസ് മെൻഡർ ബാച്ചസിനെ കുറിച്ചുള്ള പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണ അതാണ്, ഇവിടെ ബാക്കിയുള്ളിടത്ത് കൊടുക്കുന്ന അതേ സാധനം തന്നെയാണ് തരുന്നത്, അതുപോലത്തെ കാര്യം തന്നെ അല്ലെങ്കിൽ ഇതേ മെറ്റീരിയൽ തന്നെ വേറൊരു സ്ഥലത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിന് ഇവിടെ വരണം? സോ എന്ത് ഡെലിവറബിൾസ് ആണ് ഇവിടെ വരുന്നൊരു കുട്ടി അല്ലെങ്കിൽ ഇവിടെ വരുന്നൊരു ആസ്പിരൻറ്റിന് അവരെ കയ്യിൽ കിട്ടുക, അല്ലെങ്കിൽ അവരെ പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുക? പ്രധാനമായിട്ടും ഇപ്പോൾ കെ എസ് മെൻഡറിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ പ്രോസ്പെക്റ്റീവായ ഒരു ടോപ്പറായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ക്യൂറേറ്റ് ചെയ്യുന്ന ക്ലാസ്സസ്, ഈ ക്ലാസ്സസ് നടത്തുന്ന ടീം UPSC അല്ലെങ്കിൽ PSC എക്സാം ലെവലിൽ പല മൾട്ടിപ്പിൾ എക്സാം സ്റ്റേജസിലൂടെ കടന്നുപോയ എക്സ്പെർട്ടീസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ് ഇവർക്ക് ക്ലാസ് കൊടുക്കുന്നത്. അതും 300+ ലൈവ് അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്. ഈ ക്ലാസ്സസിനോടൊപ്പം തന്നെ ഇവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഇവർ പ്രിലിംസിനെ എക്വിപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് കോമൺ മെൻറ്റർഷിപ്പ് സെഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ റിസൾട്ടിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്ത ഒരു കാര്യമാണ്. ഇനി ഇത് കൂടാതെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവായിട്ട് ഇനി എന്തൊക്കെ ചോദിക്കാം, ഈ ഏരിയാസ് എല്ലാം കവർ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഹാൻഡ് നോട്ട്സ് നമ്മൾ കൊടുക്കാറുണ്ട്. ഓരോ ക്ലാസ് കഴിഞ്ഞും അവർക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി ക്ലാസ് ടെസ്റ്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തോളം ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഈ 6 ദിവസത്തെ ക്ലാസ്സുകളും റിവൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് കൊടുക്കാറുണ്ട്. ഇനി റിവിഷൻ ഓരോ ആഴ്ചകൾ കൂടുന്തോറും മന്ത്ലി ആകുമ്പോൾ മന്ത്ലി റിവിഷൻ ടെസ്റ്റും നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് കൂടാതെ PYQ കമ്പൈലേഷൻസ്, PYQ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്ട്രാ നോട്ട്സ്, അതേപോലെ കെ എസ് മെൻഡറിൻ്റെ കറണ്ട് അഫെയർ മാഗസിൻസ്, ഇങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു വലിയ പാക്കേജ് തന്നെയാണ് നമ്മുടെ ഓരോ സ്റ്റുഡൻസിനും നമ്മൾ കൊടുക്കാറുള്ളത്. ഒരു കാര്യം കൂടി ഇവർക്ക് മെയിൻ ആയിട്ട് കൊടുക്കാറുണ്ട്, കെ എസ് മെൻഡറിൻ്റെ സ്പെഷ്യാലിറ്റി ആയ ടെസ്റ്റ് സീരീസ്. ഓക്കെ, നമുക്ക് ഏറ്റവും അധികം റാങ്ക് മേക്കിംഗ് നടത്തിയിട്ടുള്ള നമ്മുടെ ടെസ്റ്റ് സീരീസുകളാണ്. അപ്പോൾ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ടെസ്റ്റ് സീരീസുകളും അതിനോടനുബന്ധിച്ചുള്ള ഡിസ്കഷൻസും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ടെലഗ്രാമിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന മെറ്റീരിയൽസിന് ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് എന്ത് ക്വാളിറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് ടെസ്റ്റ് സീരീസിൻ്റെ കാര്യം മെൻഷൻ ചെയ്ത പോലെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പേഴ്സും ഈ അടുത്ത കാലത്ത് നടന്ന മിക്ക എക്സാമുകൾക്കും എഴുതിയിട്ടുള്ളൊരു ടെസ്റ്റ് സീരീസാണ് കെ എസ് മെൻഡറിൻ്റെ. അതിപ്പോൾ മാമാങ്കമായാലും പോരാട്ടമായാലും എല്ലാം ശരി. അപ്പോൾ ലക്ഷ്മി ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു ആസ്പിരൻ കമ്മ്യൂണിറ്റിക്ക് ഒരു കാര്യം ക്ലിയർ ആയി കാണും, ഈ എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ മെറ്റീരിയലും ഇവിടെ കിട്ടും, ഈ എക്സാം പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ ചോദ്യങ്ങളും ഇവിടെ കിട്ടും, ഈ എക്സാമിന് വേണ്ട എക്സാം ഹാൾ എക്സ്പീരിയൻസ് വരുന്ന ടെസ്റ്റ് സീരീസ് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ പൊതുവെ ഇവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവരിന്ന് വരുന്നൊരു ഡൗട്ടായിരിക്കും,
ഇത്രയും മെറ്റീരിയൽ ഇപ്പോൾ ഇത്രയും മെറ്റീരിയൽ തരാൻ വേണ്ടി ഒരു സ്ഥാപനത്തിന് ഞങ്ങൾ വരണോ? ഈ ഇഷ്ടം പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തരുന്നില്ലേ? നിങ്ങളുടെയൊക്കെ ബൾക്കി മെറ്റീരിയൽ തരുന്നില്ലേ? ഇതിനും ചോദ്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടത്തില്ലേ? ടെലഗ്രാം ചാനലുകളിലൊക്കെ ഇഷ്ടം പോലെ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ കിട്ടത്തില്ലേ? അപ്പോൾ നമ്മുടെ ഈ ടെസ്റ്റ് സീരീസ് ഉൾപ്പെടെ ഐ തിങ്ക് ഒരു ബാച്ചിൽ വരുന്ന ഒരു കുട്ടി 4000-ലധികം ചോദ്യങ്ങൾ ചെയ്യും, ഇവിടുന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഈ 4000 ചോദ്യം ചെയ്യുന്നതിലും ഇത്രമാത്രം മെറ്റീരിയൽ കാണുന്നതിലപ്പുറം ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ എങ്ങനെയാണ് എൻഷുർ ചെയ്യുന്നത്? എത്രമാത്രം ക്വാളിറ്റി എൻഷുർ ചെയ്തുകൊണ്ടാണ്, എന്ത് പ്രോസസ്സിലൂടെ കടത്തി വിട്ടുകൊണ്ടാണ് ഈ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതെന്നൂടെ ലക്ഷ്മി പറയുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു ഇവർക്ക് വ്യക്തമാവാം വൈ KS മെൻറ്റർ മെറ്റീരിയൽ. റൈറ്റ്. ഇത് ഒരുപാട് സ്റ്റുഡൻസിന്റെ ഒരു ഡൗട്ടുള്ള കാര്യവും കൂടെയാണ്. ആക്ച്വലി KS മെൻറ്ററിൽ നമ്മുടെ വൺ ഓഫ് ദ മെയിൻ ഫോക്കസ് ആണ് നമ്മുടെ ക്വാളിറ്റി എന്നുള്ളത്. നമ്മൾ പ്രൈമറിലി നേരത്തെ പറഞ്ഞതുപോലെ എക്സാമിൻ്റെ ഒരു ഫിലോസഫി പറഞ്ഞു. ഇപ്പോൾ നമ്മളൊരു ടോപ്പിക്ക്, ഇപ്പോൾ അനാലിസിസിലൂടെയൊക്കെ നമ്മൾ ടോപ്പിക്ക് കണ്ടുപിടിക്കുകയാണെങ്കിലും നമുക്കറിയാൻ പറ്റും ഈ ടോപ്പിക്കിൻ്റെ ഡെപ്ത് എവിടെ വരെ പോകണം. അതിൽ തീർച്ചയായിട്ടും എക്സാം എക്സ്പേർട്സിൻ്റെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് എക്സ്പെർട്ടീസ് വെച്ചിട്ട് നമ്മൾ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യും. ഇപ്പോഴത്തെ ഒരു ടെക്നോളജി അഡ്വാൻസ്മെൻറ്റിൻ്റെ സമയത്ത് ഇപ്പോൾ ChatGPT എല്ലാവരും ഉപയോഗിക്കാറുണ്ട്, കോപ്പൈലറ്റ് എന്നും ഉപയോഗിക്കാറുണ്ട്. ഏത് ടോപ്പിക്ക് കൊടുത്താലും ഇഷ്ടം പോലെ മെറ്റീരിയൽ തരും. പക്ഷേ ഈ മെറ്റീരിയലിൽ എവിടെ വരെ പഠിക്കണം, ഏത് ഭാഗത്ത് ഫോക്കസ് ചെയ്യണം, അതാരും പറഞ്ഞു കൊടുക്കുന്നില്ല. ആൻഡ് നമ്മൾ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ എക്സ്പെർട്ടീസും കൂടാതെ ഒരു 3 ലെവൽ QC പ്രോസസ്സ് നമുക്കിതിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ലെവൽ കടന്നു പോകുന്നതോറും എന്തെങ്കിലും മിസ്സാവുകയാണെങ്കിലും അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ആക്ച്വലി നമ്മുടെ ഈ ഒരു ടെക്നോളജിക്കൽ സെറ്റപ്പിൽ വരുന്നുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് ശരിക്കും പറയാം. അപ്പോൾ ഒരു കാര്യം ചോദിക്കുവാണ്, ഇപ്പോൾ QCയുടെ കാര്യം പറഞ്ഞു, നമ്മളൊരു 3 ലെവൽ 4 ലെവൽ സീരിയസ് ഒക്കെ ആകുമ്പോൾ അത് 4 ലെവൽ QC പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഓരോ മെറ്റീരിയലും ഓരോ ചോദ്യവും കടന്നു പോകുന്നത്. അതിന് ശേഷം മാത്രമേ ഒരു കുട്ടിക്ക് മെറ്റീരിയൽ കിട്ടൂ. ആൻഡ് അതുപോലെ തന്നെ എക്സാമിനോട് അലൈൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എക്സ്പേർട്ട് ടീമും നമുക്കുണ്ട്. ഓക്കെ, പക്ഷേ ലക്ഷ്മി ഇടയിൽ പറഞ്ഞ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു പോയിന്റ് കുറച്ച് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിക്കാണും. യൂസിങ് ടെക്നോളജി. ഇപ്പോൾ എല്ലാവരും അവകാശപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് വി ഹാവ് AI. നമ്മൾ അതിന് മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ് ഞങ്ങൾ AI ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ശരി, അപ്പോൾ ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ലക്ഷ്മി. എങ്ങനെയാണ് ടെക്നോളജി ഉപയോഗിക്കുന്നത്? ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നതിൽ എങ്ങനെയാണ് ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന ഒരു സംഭവം അവിടെ വരുന്നത്? ഓക്കെ, പ്രൈമറിലി നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇഷ്ടം പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ വലിയൊരു ഡേറ്റാബേസ് തന്നെയുണ്ട്. ഇത് ഹ്യൂമൻലി ആനലൈസ് ചെയ്ത് കറക്റ്റായിട്ട് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് എന്നൊക്കെ പറയുന്നത് എടുത്ത് ഹ്യൂമൻസ് തന്നെ ചെയ്യുമ്പോൾ എറേഴ്സിനുള്ള പ്രോബബിലിറ്റി ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ 1000-ഓളം അല്ലെങ്കിൽ 10,000-ഓളം ചോദ്യങ്ങൾ കൃത്യമായിട്ട് ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ആനലൈസ് ചെയ്യുമ്പോൾ ഈ ഓരോ ചോദ്യങ്ങളും വരുന്ന ഏരിയാസ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് വി കോൾ ദം ആസ് ഹോട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ പ്രയോറിറ്റി ടോപ്പിക്സ്. ഈ പ്രയോറിറ്റി ടോപ്പിക്സിനെ ബേസ് ചെയ്താണ് നമ്മുടെ ക്ലാസ്സസ് നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓരോ ക്ലാസ്സിനും എത്ര അവർ വേണമെന്ന് വരെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു അനാലിസിസ് വെച്ചിട്ടാണ്. നമ്മുടെ ടെസ്റ്റ് സീരീസിലെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ഏത് ഏരിയയിൽ വരുമെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ടെക്നോളജിയുടെ ഒരു ഹെൽപ്പോട് കൂടിയാണ്. സോ അതാണ് പ്രൈമർലി നമ്മൾ ടെക്നോളജി യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ടെസ്റ്റ് സീരീസ് എഴുതിയ ആൾക്കാർക്കും അല്ലെങ്കിൽ നമ്മുടെ ബാച്ചസിൽ ഇരിക്കുന്ന ആൾക്കാർക്കും എല്ലാം ഈ ടെസ്റ്റ് സീരീസിന്റെ സമയത്ത് നമ്മൾ കൊടുത്ത സ്റ്റഡി പ്ലാനർ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു സബ്ജക്റ്റിനെ ടോപ്പിക് ലെവലിലോട്ട് നമ്മൾ എത്തിക്കുന്നതെന്നും അതിന്റെ ഉള്ളിൽ നമുക്കുള്ള റെപ്പോസിറ്ററി എത്ര വലുതാണ്. ഇപ്പൊ നമ്മൾ ഓരോ സ്റ്റുഡൻസിന് ഇപ്പൊ സെക്രട്ടേറിയറ്റിന്റെ സമയത്താണെങ്കിലും അവർക്ക് ഹോട്ട് ടോപ്പിക്സിന്റെ ഒരു ലിസ്റ്റ് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടും. നമ്മളത് വെറുതെ എയറിൽ നിന്നെടുത്ത് പറയുന്ന ഒരു കാര്യമല്ല, കൃത്യമായ ടെക്നോളജി അനാലിസിസ് വെച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ ഹോട്ട് ടോപ്പിക്സ് പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മെറ്റീരിയൽ എത്രമാത്രം പരീക്ഷയ്ക്ക് വേണ്ട അത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിച്ചു അവിടെ. ആൻഡ് വി ആർ യൂസിങ് ടെക്നോളജി അതും പറഞ്ഞു. പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് നോക്കാം. പ്രാക്ടിക്കലി അപ്പോൾ നമ്മളെല്ലാവരും ആസ്പിരൻസ് ആയിരുന്നു. അപ്പോൾ പൊതുവേ എല്ലാ മനുഷ്യന്മാർക്കുള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു വലിയ ടേഡിയസ് പ്രോസസ്സ് അല്ലേ. ഒരു ഇപ്പോൾ ഡിസംബർ നോട്ടിഫിക്കേഷൻ വന്നാൽ ടിൽ നെക്സ്റ്റ് ഇപ്പോൾ നവംബറിലാണ് LSCS എക്സാം കഴിഞ്ഞു. അപ്പോൾ സെക്രട്ടറി ടെസ്റ്റിൻ്റെ അതുപോലെ ഒരു കൊല്ലത്തോളം വലിയ പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ നമ്മൾ ഇതിന്ന് സ്ലിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് വെച്ച് സബ്ജക്റ്റ് ഇഷ്ടപ്പെടാതെ മാറിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അവിടെ ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് ഇല്ലാത്തത് കൊണ്ട് പഠിത്തം ഇടയ്ക്ക് വെച്ച് നിർത്താൻ ചാൻസ് ഉണ്ട്. വേറെ എക്സാം കൂട്ടത്തിൽ പഠിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഇവിടെ വരുന്ന കുട്ടികൾക്കും സംഭവിക്കും. പക്ഷേ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെ
തിരിച്ച് ട്രാക്കിലോട്ട് എത്തിക്കാനാണ് കേസ് മെൻറ്റർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഓക്കെ, ദാറ്റ് വാസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രധാനമായിട്ടും ആസ്പിറൻസിൽ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് കൺസിസ്റ്റൻസി. ഒരാഴ്ച പഠിക്കും, 2 ആഴ്ച പിന്നെ പഠിക്കില്ല, അങ്ങനെ ഒരു ട്രാക്ക് ഇല്ലാത്ത അവസ്ഥ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്റ്റുഡൻസിനെ നമ്മൾ ക്ലാസ് എടുക്കും, അവർക്ക് റെഗുലർ ആയിട്ട് ടെസ്റ്റ് കൊടുക്കും, റിവിഷൻ ടെസ്റ്റുകൾ അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഒരു കുറച്ച് പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ ഇവർ ആവശ്യത്തിന് ഒരു എക്വിപ്ഡ് ആയിട്ട് തോന്നുമ്പോൾ ഇവർ ഈ മന്ത്ലി റിവിഷൻ ടെസ്റ്റുകളൊക്കെ എടുത്ത് തുടങ്ങുമല്ലോ. അപ്പോൾ നമ്മുടെ AI ബേസ്ഡ് ഇൻ്റലിജൻസ് സിസ്റ്റം ഇവരുടെ ഈ മന്ത്ലി ടെസ്റ്റുകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങും. ഈ അനലൈസ് ചെയ്ത് ഇവർ ഓരോ കുട്ടിക്കും വേണ്ടി ഇൻഡിവിജ്വൽ റിപ്പോർട്ട് കാർഡ്സ് ഫോർമുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ മെൻറ്റേഴ്സ് ഈ റിപ്പോർട്ട് കാർഡ് ബേസ് ചെയ്തിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യും. ഈ കോൺടാക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അവരുടെ സ്ട്രോങ് സബ്ജക്ട്സ് ഏതാ, വീക്ക് സബ്ജക്ട്സ് ഏതാ, ഏത് ഭാഗത്ത് കൃത്യമായിട്ട് ഇപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്സിൽ അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതുവരെ നമ്മുടെ ഇൻ്റലിജൻസ് സിസ്റ്റം ഈ റിപ്പോർട്ട് കാർഡിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പം ഇങ്ങനെ ഇതൊരു ലൂപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവർ ട്രാക്ക് വിട്ടു പോയാലും നമുക്ക് അവരെ തിരിച്ച് ട്രാക്കിൽ എത്തിക്കാൻ പറ്റാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ലാസ്റ്റ് LSCSന്റെ അവസാനത്തോടെ ഇംപ്ലിമെന്റ് ചെയ്ത, അല്ലെങ്കിൽ ഇനിയുള്ള ബാച്ചുകൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ പോകുന്ന ഈ ഒരു ടെക്നോളജി, ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്ന ഇതിന് മുമ്പുള്ള ബാച്ചുകൾക്കും കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് എത്രമാത്രം ഉപകാരമായിരുന്നു. എനിവേ സെക്രട്ടറി ടെസ്റ്റിൻ ബാച്ച് മുതൽ ഒരു അടുത്ത ലെവൽ ഓഫ് നമ്മൾ ഓരോ ബാച്ച് കഴിയുമ്പോഴും കേസ് മെൻറ്ററിന്റെ ടെക്നോളജിയും കേസ് മെൻറ്ററിന്റെ AI എല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത ലെവലിലോട്ട് എത്തുമ്പോൾ ഇങ്ങനൊരു ഹെൽപ്പ് കൂടെ നമ്മൾക്ക് അവർക്ക് കൊടുക്കുകയാണ്. പക്ഷേ ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു മെൻറ്റർ എന്നതിലപ്പുറം ഒരു എനിക്ക് പഠിത്തത്തിൻ്റെ ഇടയിൽ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്പേർട്ടിലോട്ട് എത്താനുള്ള ഒരു അവസരം കേസ് മെൻറ്ററിലെ കുട്ടിക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് മെൻറ്റേഴ്സ് വഴി അല്ലെങ്കിൽ മെൻറ്റർ കോൾ വഴി അവർക്ക് അവരുടെ ഡൗട്ടുകൾ സ്റ്റുഡൻറ് റിലേഷൻ ടീം വഴി എത്തിക്കാൻ പറ്റും. അവരെ തിരിച്ചതിനുള്ള റിപ്ലൈ അവർക്ക് കിട്ടും. ഇങ്ങനെ ഈവൻ ലക്ഷ്മി നേരത്തെ പറഞ്ഞ മെൻറ്റർഷിപ്പ് സെഷൻസും ഇതേ പർപ്പസ് ആയിരിക്കും സെർവ് ചെയ്യുന്നത് അല്ലേ. ഈ ട്രാക്കിലൂടെ പോകുന്ന കുട്ടികളെ തിരിച്ചെത്തിക്കാനും ആൻഡ് ഈവൻ ക്ലാസ്സിൽ ഫാക്കൽറ്റീസ് ഇന്ററാക്ഷൻ എല്ലാം ലൈവ് ക്ലാസ്സിന് അതിൻ്റെതായ എന്താ പറയുക അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഇത് സോൾവ് ചെയ്ത് കിട്ടുന്നു, അല്ലെങ്കിൽ ആ ഒരു മെൻറ്റർ സപ്പോർട്ട് അക്കാഡമിഷ്യന്റെ സപ്പോർട്ട് അവിടെ ഇൻസ്റ്റന്റ്ലി കിട്ടും എന്നുള്ളത്. അപ്പൊ ഇതിന്റെ കൂടെ എനിക്കൊരു ആഡ് ഓൺ ചെയ്യാനുള്ളത്, നമ്മൾ ഈ പറഞ്ഞ ഇത്രയും പ്രോസസ്സുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് ആണെങ്കിലും നമുക്ക് 100-ൽ ഏകദേശം 88 ക്വസ്റ്റ്യൻസോളം ഫ്രം ദി KS itself we were having consistent results. ആൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ LSCS എക്സാം ആണ് നമ്മുടെ KS മെൻറ്റർ കോഴ്സിൽ നിന്ന് മാത്രം 200-ൽ 160+ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ റിസൾട്ട്സ് ഒക്കെ സത്യം പറഞ്ഞാൽ KS മെൻറ്ററിന്റെ ഈ എക്സാം ഫിലോസഫി നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രോസസ്സിന്റെ ഒക്കെ അടിസ്ഥാനപരമായ സക്സസ് ആണ്. ശരി, അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല. നമ്മൾ ഐ തിങ്ക് ഓൾമോസ്റ്റ് വലിയൊരു ഭാഗം കവർ ചെയ്തു. എന്താണ് ഇവിടെ വരുന്നൊരു കുട്ടിക്ക് കിട്ടുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഇനിയൊരു ഡൗട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ക്വാളിറ്റിയും അതേസമയം തന്നെ വേണ്ട ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് എൻഷുർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ബാച്ചസ് എല്ലാം റൺ ചെയ്യുന്നതും. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ടെക്നോളജി എന്ന ആ ഒരു വലിയ ആയുധം കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെല്ലാം ക്രാക്ക് ചെയ്യുന്നത്. അതിനി ഏത് ലെവലിലോട്ട് PSC മാറിയാലും അവിടെ എല്ലാം ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസും നമുക്കുണ്ട്. അപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റിയോട് പറയാനുള്ള, നിങ്ങൾക്ക് 1 മാസം സമയം ഇനി നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അപ്പോൾ അവിടെ എന്താ പറയുക, എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞ് മടിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഇനി 1 കൊല്ലം ഉണ്ടല്ലോ ഞാൻ അപ്പോൾ ഒക്കെ ക്രാക്ക് ചെയ്തോളാം എന്ന് വിചാരിക്കുന്നു, അങ്ങനെ ഒന്നും അതൊരു വലിയ ഡേഞ്ചറസ് ആയ കാര്യമാണ്. നിങ്ങളോട് പലരും പറയും നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യേണ്ട, മെയിൻസിൻ്റെ സിലബസ് വന്നിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. LSCSന്റെ സമയത്ത് ഒരുപാട് അങ്ങനെ കണ്ടതാണ്. അപ്പോൾ ഇനി അതിനൊന്നുള്ള സമയമല്ല. നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാവുന്ന, എന്നാൽ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇതിൽ നിന്ന് വഴുതി പോകാവുന്ന ഒരു എക്സാം ആണ് സെക്രട്ടറി ടെസ്റ്റിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ഹെൽപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് KS മെൻറ്റർ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് KS മെൻറ്ററിൻ്റെ ഏത് കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഈ വീഡിയോയുടെ കൂടെ തന്നിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്, സംസാരിക്കാം, വരാം, ഇന്ററാക്ട് ചെയ്യാം. തീർച്ചയായും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.